പ്രിയമുള്ളവരെ, വചനജ്വാല 1007 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 3 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 3 ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ യൂദിത്തിന്റെ പുസ്തകം 3 അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. സമാധാനത്തിന് വേണ്ടി യാചിക്കുന്നു. അവർ ദൂതന്മാരെ അയച്ച് സമാധാനത്തിനെ അപേക്ഷിച്ചു. ഇതാ, നബുക്കദ്നേസർ രാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മേച്ചിൽപ്പുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. അവയോട് എന്തും ചെയ്തുകൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫർണസിനോട് പറഞ്ഞു. അവൻ സൈന്യസമേതം കടൽ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധനാ മന്ദിരങ്ങൾ തട്ടിത്തകർത്തു. അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനതകളെല്ലാം നബുക്കദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനു വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യണമെന്ന് ഹോളോഫർണസിനെ ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോദാന് സമീപം ഉന്നതമായ യൂദാ പർവ്വത നിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്ത്രായോണിന്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗോബാക്കും സ്കിപ്ലോസിനും മധ്യേ പാളയമടിച്ചു. സൈനിക ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ആഫ്രിക്കൻ യുവജനങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ചാൾസിനെ അറിയപ്പെടുക. 22 യുഗാണ്ടൻ രക്തസാക്ഷികളിൽ പ്രസിദ്ധനാണ് ചാൾസ് ലവാങ്ക. ഉഗാണ്ടൻ രാജാവിന്റെ വർഗവിരുദ്ധമായ പാപാഭിനിവേശത്തിൽ നിന്നും 13നും 30നും മധ്യേയുള്ള യുവാക്കളെ സംരക്ഷിക്കുകയും കത്തോലിക്ക വിശ്വാസം ജയിലിൽ വെച്ച് അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്തതിനാണ് രാജാവായ മ്വാങ്ക്വായുടെ ആജ്ഞപ്രകാരം ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും ദഹിപ്പിച്ചു കളഞ്ഞത്. ധീര രക്തസാക്ഷികളായ വിശുദ്ധ ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥം പ്രത്യേകം യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം.